മണ്ഡലപൂജയ്ക്ക് അയ്യപ്പസ്വാമിക്ക് ചാർത്തുന്നതിനുള്ള തങ്ക അങ്കി വഹിച്ചുള്ള ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു. രാവിലെ 5 മണി മുതൽ ക്ഷേത്രത്തിൽ ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യമൊരുക്കിയിരുന്നു. 7 മണിയോടെ പുറപ്പെട്ട ഘോഷയാത്ര പ്രയാണ വഴികളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി 25-ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് മുമ്പ് സന്നിധാനത്തെത്തും. 26-നാണ് തങ്ക അങ്കി ചേർത്തിയുള്ള മണ്ഡലപൂജ. ഇന്ന് 27ഓളം ഇടങ്ങളിൽ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള ഭക്തജന സംഘടനകൾ ഒരുക്കിയിരിക്കുന്ന വിവിധ ഭാഗങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലാണ് ഘോഷയാത്രയുടെ രാത്രി വിശ്രമം. ഇന്ന് നാളെ രാവിലെ 8 മണിക്ക് ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രയുടെ തുടർ പ്രയാണം ആരംഭിക്കും. രാവിലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര ആരംഭിച്ചപ്പോൾ മുതൽ വഴിത്താറുകളിലെല്ലാം വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഭക്തജനങ്ങളുടെ നിറപറയും നിലവിളക്കും ഒക്കെ ഒരുക്കിക്കൊണ്ടുള്ള ആ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഘോഷയാത്രയുടെ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ഭക്തജന തിരക്ക്, ഭക്തജന പങ്കാളിത്തമാണ് വിവിധ ഭാഗങ്ങളിൽ ഈ ഘോഷയാത്ര കടന്നു വരുന്ന റോഡിന്റെ ഇരുവശങ്ങളിലും ഭാഗങ്ങളിലും എല്ലാം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ രാത്രി വിശ്രമം. അതിനുശേഷം നാളെ രാവിലെ അവിടെ നിന്ന് പുറപ്പെടുന്ന ഘോഷയാത്ര കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലേക്ക് എത്തും. അത് കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലെ രാത്രി വിശ്രമത്തിന് ശേഷം പിറ്റേന്ന് 24-ാം തീയതി അവിടെ നിന്നും പുറപ്പെടുന്ന ഘോഷയാത്ര പെരുന്നാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. പെരുന്നാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ രാത്രി വിശ്രമത്തിന് ശേഷം 25-ാം തീയതി അവിടെ നിന്ന് പുറപ്പെടുന്ന ഘോഷയാത്ര 11 മണിയോടെ നിലയ്ക്കലും പിന്നീട് പമ്പയിലും ഉച്ചയ്ക്ക് 1 മണിയോടെ പമ്പയിലും എത്തുന്നു. വൈകിട്ട് 3:30-ക്ക് പമ്പയിൽ നിന്നും പുറപ്പെടുന്ന ഘോഷയാത്ര 5 മണിയോടുകൂടി മരക്കൂട്ടത്ത് എത്തും. മരക്കൂട്ടത്തിൽ നിന്നും ദേവസ്വം പ്രതിനിധികളും ദേവസ്വം ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ച് ആനയിച്ച് ആചാരപരമായിട്ടുള്ള സ്വീകരണങ്ങളോടുകൂടി സന്നിധാനത്തേക്ക് എത്തിക്കും. മേൽശാന്തിയും തന്ത്രിയും ചേർന്ന് തങ്കയങ്കി ഏറ്റുവാങ്ങി 25-ാം തീയതി വൈകിട്ട് 6:30-ക്ക് ഭക്തജനങ്ങളുടെ ആ ഒരു ആഗ്രഹ സാഫല്യീകരണത്തിന് നിമിഷമായി ദീപാരാധന, തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന 26-ാം തീയതി മണ്ഡലപൂജയ്ക്ക് മണ്ഡലകാലത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള മണ്ഡലപൂജയും തങ്കയങ്കി ചാർത്തിക്കൊണ്ടുള്ള മണ്ഡലപൂജയും നടക്കും. എല്ലാ വഴിത്താരകളിലും അഭൂതപൂർവമായിട്ടുള്ള ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. സമയക്രമം പാലിച്ചുകൊണ്ട് തന്നെ ഘോഷയാത്ര മുന്നോട്ട് പോകുന്നതിനുള്ള ദൗത്യമാണ്, ആ ഒരു ശ്രമകരമായ ദൗത്യം തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം തങ്കയങ്കി ഘോഷയാത്രയ്ക്കൊപ്പം മിഥുൻ മുരളി, ജനം, പത്തനംതിട്ട.